ഹായ് ബികോം പഠിതാക്കളെ ലേണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത് മക്കളെ. ഏതാണെന്ന് നോക്കൂ, BCOLA 138 അഥവാ ബികോം പഠിതാക്കൾക്ക് പഠിക്കാനുള്ള ജനറൽ അഥവാ ബികോം പഠിതാക്കൾക്ക് എല്ലാ ബികോം പഠിതാക്കൾക്കും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഏതാണ് BCOLA 138. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു അടിപൊളി ഗസ്റ്റ് പേപ്പറാണിത്. അഥവാ ഗസ്റ്റ് പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെയൊക്കെ അല്ലെ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം, അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ എങ്ങനെ സിമ്പിൾ ആയിക്കൊണ്ട് എഴുതാം എന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഗസ്റ്റ് പേപ്പർ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആരെയാണെന്ന് നോക്കും മക്കളെ, 2026 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ്. ഡിസംബർ ആയിക്കോട്ടെ ജൂൺ ആയിക്കോട്ടെ 2026 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് മക്കളെ. ഇത് എന്ത് ചെയ്താൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ബെല്ലൈക്കണൊക്കെ നിങ്ങൾ അമർത്തി വെക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾ നമ്മളിടുന്ന വീഡിയോ ഓരോ സബ്ജക്റ്റിന്റെ വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനും എക്സാമിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ഏകദേശം 12 ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രധാനപ്പെട്ട ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇഗ്നോ സ്റ്റൈലിൽ പ്രധാനപ്പെട്ട് ചോദിച്ചിട്ടുള്ള 5 വർഷത്തെ എക്സാം പാറ്റേണുകൾ എങ്ങനെയാണ് അതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള 12 പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യങ്ങൾ. അഥവാ ഈ 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു 12 ക്വസ്റ്റ്യൻ മിസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എക്സാം ഹാളിലേക്ക് പോകരുത്. എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 12 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് മാത്രം വേണ്ടിയിട്ട് പോകട്ടെ മക്കളെ. നോക്കൂ, 5 ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രധാനപ്പെട്ട 5 ബ്ലോക്കുകളാണ്. ഏകദേശം നമുക്ക് 30+ പേജ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ആ രൂപത്തിൽ തന്നെ അടിപൊളിയാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, സ്ട്രിക്ട്ലി ഫ്രം ഇഗ്നോ ബുക്ക്. നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ഇഗ്നോ ബുക്ക് എന്ന് മാത്രമാണ്, അല്ലാതെ ജെമിനിയോ ബാക്കിയുള്ള ടൂൾ വെച്ചിട്ടൊന്നല്ല, ChatGPT നിന്നൊന്നും ഓരോ സബ്ജക്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തുക്കൊന്നല്ല. കംപ്ലീറ്റ് ഇഗ്നോ ബുക്ക് എന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. പിന്നെയോ ഓരോ ബ്ലോക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് 6 സെഷൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അഥവാ ലാസ്റ്റത്തെ ഒരു 5-6 പരീക്ഷ മൊത്തം നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുടെ മോഡലിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അല്ലെ, ജനറലിന് പഠിക്കാനുള്ളതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ BCOLA 138 അല്ലെ. 3 മണിക്കൂറിന്റെ എക്സാമാണ് നമുക്ക് നോർമലി വരാറുള്ളത്. മാക്സിമം 100 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ 40 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് പാസ് ആവുള്ളൂ. പല വിദ്യാർത്ഥി മനസ്സിലാക്കണം. സാറാ ചില വിദ്യാർത്ഥികൾ ചോദിക്കണം 38 മാർക്ക് കിട്ടിയല്ല 32 മാർക്ക് കിട്ടിയാൽ പാസ്സാവും, 33 മാർക്ക് കിട്ടിയാൽ പാസ്സാവും എന്നുള്ളതാണ്. ഇഗ്നോ അല്ലെങ്കിൽ UGCയുടെ നിയമപ്രകാരം UG പഠിതാക്കൾക്ക് ഒക്കെ അല്ലെങ്കിൽ PG പഠിതാക്കൾക്ക് 100-ൽ 40% മാർക്ക് നമുക്ക് T ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ മക്കളെ. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഇഗ്നോ സ്റ്റൈൽ എന്ന് പറയുന്നത് നോക്കൂ, അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് അല്ലെ, ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും എന്താണ്, ഈക്വൽ മാർക്കുകളാണ് വരുന്നത്. നോക്കൂ, ഇവിടെ ടോട്ടൽ ഇവിടെ 8 ക്വസ്റ്റ്യൻസ് ഇവിടെ ഇഗ്നോ തന്നിട്ടുണ്ട് നമുക്ക്, 8 ക്വസ്റ്റ്യൻസ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻ 20 മാർക്ക് വീതമാണുള്ളത്. ഇവിടെ നോക്കൂ 16+4 20 ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ നോക്കൂ 20 ക്വസ്റ്റ്യൻ 20 മാർക്കാണ്. ഇവിടെ 12+8 ആണ്. ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മാർക്കിന് മാത്രമാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് വെറും 5 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. 2024 ഡിസംബറിൽ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ, ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? അവിടെ എന്ത് ചെയ്യണം, നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 2024 ഇത് ചോദിച്ചിട്ടുണ്ട്. ദെൻ നോക്കൂ, ഇതന്നെ സെയിം സാധനം തന്നെ ജൂൺ 2025 പിറ്റത്തെ 6 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന് അല്ലെ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നോക്കൂ, ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷന്റെ ചോദ്യം ഇതിലും ചോദിച്ചിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചോദിച്ചിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള അതിന്റെ വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ആസ്പെക്റ്റുമായി ചോദ്യപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, ലാസ്റ്റ് നടന്ന എക്സാമിന് അഥവാ ഡിസംബർ 2025 നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു 6 മാസം മുമ്പ് നടന്ന എക്സാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെ കോണ്ടന്റുകൾ എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ഇതിനകത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഇഗ്നോ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ ഒരു PDF നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങളെ മുമ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷന്റെ റോൾ എന്ന് പറയുന്നത്, മാത്രമല്ല അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളും എന്താണ്. അപ്പൊ ഇതന്നെയാണ് പല എക്സാം പേപ്പറിലും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ പേപ്പറിന്റെ തന്നെ പേര് അല്ലേ? അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും അതിന്റെ റോൾ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രഡിക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് മക്കളെ. ഇത് എക്സാമിന് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇനി നോക്കൂ, നിങ്ങൾ നമ്മുടെ ഈ ഒരു PDF ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓട്ടോമേഷൻ പ്രകാരം അതിന്റെ റീപ്ലൈ തരും. കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഓട്ടോമേഷൻ പ്രകാരം നമ്മൾ റീപ്ലൈ തരുന്നത്. ചെറിയൊരു എമൗണ്ട് എന്താണ് നിങ്ങൾ ചെയ്യണം. ഞാൻ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഓക്കെ, കണ്ടന്റിലേക്ക് വരാം. ഒന്നാമത്തേത് ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെങ്ങനെ കിട്ടുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളായിട്ട് ചാറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ മുകളിൽ കൊടുക്കുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അറിയുന്നതാണ്. PDF ഫയലാണ് നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാനോ ബാക്കിയുള്ള എല്ലാ പർപ്പസിനും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള PDF ആണ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഇൻ ബിസിനസ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കൂ, 20 മാർക്ക്. ഇത് മിസ്സാക്കരുത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1, 3, 4 ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1 ക്വസ്റ്റ്യൻ എന്താണ്? 2025 ഡിസംബറിൽ 24 ജൂൺ ഡിസംബർ 25 ജൂൺ 2023 എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യം ഡയറക്റ്റ് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മേ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും ഇഗ്നോ സ്റ്റൈലിൽ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ? എക്സ്പ്ലെയിൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ്, ഡിസ്കസ് ദ റോൾ ഇറ്റ് പ്ലേസ് ഇൻ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത് മേ ബി എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കാൻ പാടില്ല മക്കളെ. ഇവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഇമ്പോർട്ടൻസ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത എന്താണെന്നുള്ളതും എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യണം മക്കൾ ഇവിടെ എഴുതേണ്ടത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 450 വേർഡ്സ് എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 5 പേജ് നമ്മൾ 5-6 പേജ് എഴുതിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ മക്കളെ നോക്കൂ, ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് നോക്കി എഴുതി പോവാട്ടോ. മീനിങ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഹെഡിങ് കൊടുക്കുന്നു. താഴെ അണ്ടർലൈൻ ചെയ്തൊക്കെ നിങ്ങൾ ബോറാകാത്ത രൂപത്തിൽ ഐ ക്യാപ്ചറിങ് ആയിക്കൊണ്ട് വേണം എഴുതാൻ. നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. മീനിങ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ ബോറാകാത്ത രൂപത്തിൽ വൃത്തിയായിട്ട് ആദ്യത്തെ 5 വരിയിലെ ആദ്യത്തെ 5 പേജ് എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഓരോ സ്പെല്ലിങ് ഓരോ വേർഡും വിട്ടിട്ട് അതിന് ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം എഴുതാൻ. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ ആകെ ഡിസോർഡറിലായിരിക്കും അല്ലേ? എഴുത്ത് സമയപ്രശ്നം ഉണ്ടാകും, എഴുത്ത് വൃത്തി ഉണ്ടാവില്ല. അതൊന്നും പാടില്ല. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈംഡ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാലിക്കണം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ മീനിങ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ദെൻ താഴെ ഭാഗത്ത് അതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് ഇഗ്നോന്റെ ബുക്കിൽ നിന്നുള്ളതാണ്. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം മക്കൾ, ഇതേപോലെ തന്നെ ഇവിടെ കൊടുക്കുക. എന്താണ് നമുക്ക് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അവർ ഈ ഒരു ഇക്വേഷൻ കണ്ടാൽ തന്നെ അവർക്ക് ഏകദേശം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ ഏകദേശം പിന്നെ കൂടുതലായിട്ട് ബ്രീഫായിട്ട് ഉള്ളിലേക്ക് നോക്കൂല. അപ്പൊ ഇത് അവർക്ക് ഈ ഒരു ഡബിൾ ഇൻവേർട്ടർ കോമയിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ബിസിനസ്സിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താന്നുള്ള ഭാഗം ഡീറ്റെയിൽ ആയിട്ട് മക്കളെ നിങ്ങൾ ഇവിടെ ഇത് വിശദീകരിക്കണം. ദെൻ താഴെ ഭാഗത്ത് ഇത് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് ഇത് അണ്ടർലൈൻ ചെയ്യണം നിർബന്ധമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സിലാക്കി വെക്കാം. നോക്കുന്ന സമയത്ത് നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ദെൻ ഇതൊന്ന് വിശദീകരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് വിശദീകരിക്കുകയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മളിത് വിശദീകരിക്കുന്നു. എന്നിട്ട് താഴെ നോക്കും മക്കളെ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നമ്മൾ എന്തിനാ ഇവിടെ താഴെ ഭാഗത്ത് വീണ്ടും അടുത്ത ഹെഡിങ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു എഴുതുന്നു. 5 കോൺട്രിബ്യൂഷൻസ് എന്നുള്ള ഒരു അല്ലെ പ്രധാനപ്പെട്ട 5 സംഭാവനകൾ അല്ലെ, അതെന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. മക്കളെ ഇതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇതേപോലെ തന്നെ പഠിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ പോവാൻ. ഈ ഒരു PDF കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു PDF മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, PDF ആയിട്ട് തന്നെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ചു. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കണ്ട. അപ്പൊ ഈ 5 പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അവിടെ താഴേക്ക് എഴുതാം. അത് ഇതിന്റെ ഒരു വിശദീകരണം അടക്കം ഇതേപോലെ നമ്മൾ എഴുതുന്നു എക്സാമിന്. ഇനി നോക്കും മക്കളെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ 5
പോയിന്റുകൾ എന്ത് ചെയ്യുക, ഓരോ സൈഡിലായിക്കൊണ്ട് അതിന് ലൈനൊക്കെ വരച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, 5 പോയിന്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതി കൊടുക്കുക. ഈ ഒരു ആദ്യത്തെ പോയിന്റ് ഇതിങ്ങനെ, രണ്ടാമത്തെ പോയിന്റ് 5 പോയിന്റ് വരെ ഓരോ ഇതായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. നോക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ദെൻ താഴെ ഭാഗത്ത് ഹെർ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശദീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പോയിന്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വിശദീകരിക്കാം മക്കളെ. ദെൻ രണ്ടാമത്തും അങ്ങനെ 5 വരെ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ, ഇല്ല അല്ലേ. എന്താണ് റോൾ ഇൻ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്സിലുള്ള പ്രധാനപ്പെട്ട റോളുകൾ എന്താണ്, ഒരു ബിസിനസ് സ്മൂത്ത് ആയി പോകുന്നതിൽ കമ്മ്യൂണിക്കേഷന്റെ റോൾ എന്താണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിവിടെ സെറ്റ് ആക്കിയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറയപ്പെട്ട ഗ്രാഫ് രൂപത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ പോയിന്റ് എഴുതിയിട്ട് അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, വിശദീകരിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് മറക്കരുത്. ദെൻ താഴെ ഭാഗത്ത് ഇതും പാട് നിങ്ങൾ എഴുതി കേട്ടോ, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. എക്സാമിന്റെ സമയത്ത് നമ്മളൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പാൻഡമിക് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പോവുക കേട്ടോ. താഴെ ഭാഗത്ത് നോക്കി ഒരു കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും കൊടുക്കണം മക്കളെ. കൺക്ലൂഷൻ ഇഗ്നോ സ്റ്റൈലിൽ 20 മാർക്കിന് ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, അവസാന ഭാഗത്ത് ടോട്ടലി നമ്മൾ എന്താണോ പറഞ്ഞത് അതിന്റെ ഒരു കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗം പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ ഭാഗത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം, എഴുതണം. എന്നാൽ എന്ത് ചെയ്യും, 2, 3, 4 വരിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അത് മനസ്സിലാക്കാൻ നമുക്ക് ഐഡിയ കിട്ടിയിട്ടുള്ള മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ ഒരു ഗ്യാപ്പിലൊരു ലൈന് ഒക്കെ വിട്ടിട്ട് വേണം എഴുതാൻ കേട്ടോ. നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് മനസ്സിലാവണം. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്യാപ്പ് ഒക്കെ വിട്ടിട്ട് മാത്രം എന്ത് ചെയ്യാൻ നിങ്ങളിത് എഴുതി പോവാം. ഓക്കെ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്ന ഓരോ ക്വസ്റ്റ്യനും കേട്ടോ. PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി മക്കളെ നിങ്ങൾ ഈ ഒരു PDF നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ലെങ്കിലും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചെറിയ 50 രൂപയോ 60 രൂപയ്ക്ക് നമുക്ക് എമൗണ്ട് വരുന്നുള്ളൂ, ഇത് നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഈ 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം പോകട്ടെ. എക്സാമിന് പോകുന്ന സമയത്ത് ഈ 12 ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ അവിടെ ഇവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു 12 ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അത് നോക്കിയിട്ട് വേണ്ടി പോയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുള്ളത് ഇഗ്നോ സ്റ്റൈലിലുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ പ്ലസ് ആൻസർ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിന്ന് ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പറാണിത്. രണ്ടാമത്തെ നോക്കൂ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, അതിന് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട്, പഠിച്ചതായിരിക്കും നിങ്ങൾ മക്കളെ. അപ്പം അതെന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദീകരിച്ച് എഴുതണം. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. മൂന്നാമത്തേത് ചാനൽസ്, അതിൻ്റെ ഫോർമൽ VS ഇൻഫോർമൽ അല്ലേ, എന്തൊക്കെയാണ് ഫോർമൽ ആയിട്ടുള്ളത്, ഇൻഫോർമൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യുക, ചാനൽസുകൾ ഏതാന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ റിമൂവൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ബാരിയേഴ്സ് കേട്ടോ, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ റിമൂവൽസ് അതെന്താന്നുള്ളത് വിശദീകരിക്കണം. ബിസിനസ് ലെറ്റർ പ്രിൻസിപ്പിൾസ് ആൻഡ് പാർട്സ് അതെന്താന്നുള്ളത് എന്ത് ചെയ്യണം മക്കളെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ തീർച്ചയായിട്ടും അടക്കം കാണുന്നുണ്ട് മക്കളെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്, നോക്കിയിട്ട് പോകണം കേട്ടോ. ലെറ്റർ റൈറ്റിംഗ്, ബാങ്ക് ആയിക്കോട്ടെ എൻ്റെ കംപ്ലൈന്റ് ആയിക്കോട്ടെ അല്ലേ, ആ ഒരു ലെറ്റർ റൈറ്റിംഗ് എന്നുള്ള സാധനം എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ നോക്കിപ്പോണം. മീറ്റിംഗ്സ് അല്ലേ, എന്താണ് മീറ്റിംഗ്സ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോകണം. ഡ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോവാ കേട്ടോ. അല്ലേ, ബിസിനസ് റിപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളാണ്. എസെൻഷ്യൽസ് ടൈപ്സ് എന്തൊക്കെയാണ് ബിസിനസ് റിപ്പോർട്ടുകൾ, ഇത്തരത്തിലുള്ള ഒരു കുറേ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് നമുക്ക് ChatGPT നോക്കി ചെയ്താലൊന്നും കിട്ടൂല. ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് UGCയുടെ ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ സിലബസിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കി പഠിച്ചു വേണ്ടിയിട്ടും പോവാൻ കേട്ടോ. അതേപോലെ റൈറ്റിങ്ങിൻ്റെമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് പ്രോബ്ലംസ് എന്താണെന്നുള്ളതൊക്കെ കേട്ടോ. രണ്ട് വിഷ്വൽ എയ്ഡ്സ്, കോൺഫറൻസ് കോൾസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ. ഈ ഒരു ഭാഗങ്ങൾ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ എഴുതണം.
ഷോർട്ട് നോട്ട്സുകൾ എന്തായാലും എക്സാമിന് ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഷോർട്ട് നോട്ട് പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കാറുണ്ട്. 5 പോയിന്റ് കൊടുക്കും. അതിൽ നിന്ന് 4 ഷോർട്ട് നോട്ട് എഴുതാൻ 20 മാർക്ക്, ഓരോന്ന് 5 വീതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാറുണ്ട്. മക്കളെ ഈ ഒരു PDF നിങ്ങൾ നിർബന്ധമായിട്ടും ഇതെന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി പോവുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ ആൻസറാണ് ഈ പറയപ്പെട്ട 12 ക്വസ്റ്റ്യൻ്റെയും ഇഗ്നോ സ്റ്റൈലിലുള്ള ആൻസർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് മാത്രം നോക്കി പോയാൽ നിങ്ങൾക്കൊരു 60-70% മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കഴിഞ്ഞ നമ്മുടെ ഒരു ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ കുട്ടികൾ കമൻ്റ് ഇട്ടൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്, അല്ലേ? എക്സാമിന് 85% ഓരോരുത്തർ ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. അഥവാ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്ത ആൻസറിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം 85% എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ച 8 മാർക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഇതിൽ നിന്നാണ്. അതിൽ നിന്ന് 5 മാത്രം അവർക്ക് എഴുതിയാൽ മതി. അപ്പം 100 മാർക്ക് അവർ നമ്മൾ കൊടുത്തതില്ലാണ് അവർ കാത്തു നിൽക്കുകയാണ്. നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു 12 ക്വസ്റ്റ്യൻസ് മക്കളെ, ഈ ഒരു 12 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊന്നും മക്കളെ ഞങ്ങൾക്ക് ഇതേപോലെ ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഏതാണ് അങ്ങനെ ഇങ്ങനെ നിന്നു വീഡിയോസ് ആയിട്ട് ഇത്ര വലിയ പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇത് നല്ലൊരു സുവർണ അവസരമാണ്. ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്ലസ് അതിൻ്റെ ഈ ഒരു PDF നമ്മൾ ഇവിടുന്ന് അയച്ചൊരു എങ്ങനെ കോൺടാക്ട് ചെയ്യാനുള്ള താഴെ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, 11 ക്വസ്റ്റ്യൻസ് അതേപോലെ ഷോർട്ട് നോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് പോവുക. നല്ലൊരു എക്സാം ആയിരിക്കട്ടെ, നല്ലൊരു മാർക്ക് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കുള്ളൊരു മോട്ടിവേഷനാണത്. നിങ്ങൾ എത്രത്തോളം നമ്മളായിട്ട് കമൻറ്റ് ബോക്സിലായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടൊക്കെ വീഡിയോ കാണുന്നുണ്ടോ, നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അല്ലാതെ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ചാനൽ കൊണ്ട് ആക്കുന്നത് നമുക്കുമായിട്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കൊരു മോട്ടിവേഷൻ ആവുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയിക്കുക കേട്ടോ. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.